മാനവകുലത്തിന്റെയും പാപത്തിന്റെ പരിഹാരം വരുത്തേണ്ടതിനു വേണ്ടി കാൽവരി ക്രൂശിൽ എനിക്കും നിനക്കും പകരമായി മരണം വരിച്ച കർത്താവായ യേശു ക്രിസ്തു മൂന്നാം നാൾ റോമൻ അധികാരികൾ ഉരുട്ടിവെച്ച വലിയ കല്ല് അതിന്മേൽ പതിഞ്ഞ റോമൻ ഗവൺമെന്റിന്റെ മുദ്രയും പൊട്ടിച്ചുകൊണ്ട് മഹാശക്തത്തോടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്ത ആ രാജാതി രാജാവ് കർത്താതി കർത്താവ് താൻ മാത്രം അമർത്തിയുള്ളവനുമായ ആ യേശു കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ആയിരക്കണക്കിന് ദൂതന്മാരോടൊപ്പം സ്വർഗാരോഹണം ചെയ്ത എന്റെ മഹുത്തരാജൻ ദൂതപരിവാര സഹിതം തന്നെ താണിറങ്ങി വരുന്ന ദിവസങ്ങൾ ആസന്നമായിരിക്കുകയാണ്. ഉള്ളിൽ കത്തുന്ന എത്ര പേരുണ്ട്? ആ മഹുത്തരാജനെ സ്വീകരിച്ചാനയിപ്പാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്ര പേരുണ്ട്? പ്രിയ സ്നേഹിതരെ, നമ്മൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന എന്റെ യേശു ക്രിസ്തുവിന്റെ വരവ് വാതിക്കലാണ്. എന്റെ യേശു വരാറായി. അത് തന്റെ ശിഷ്യന്മാർക്ക് ദൂതന്മാർ ഉറപ്പ് കൊടുക്കുകയാണ്. ഒലിവുമലയുടെ മുകൾ പരപ്പിൽ ഒരു കൂട്ടം ശിഷ്യർ ഉത്കണ്ഠാകുലരായി നിൽക്കുകയാണ്. അവരുടെ നടുവിൽ അവരോട് സംഭാഷിച്ചു കൊണ്ടിരുന്ന അരിമനാഥൻ അവരെ കൈയുയർത്തി കാണിക്കുന്ന മാത്രയിൽ അവരുടെ നടുവിൽ നിന്നും ഉയർന്നു പൊങ്ങി. അനുഗ്രഹിക്കാൻ വിരിച്ച ആ കരങ്ങൾ ഉയർന്നപാടെ അവൻ ആരോഹണം ചെയ്തു. ആ അനുഗ്രഹിക്കാൻ വിരിച്ച കരങ്ങൾ ഉയർന്നപാടെ ഇതാ യേശുവിന്റെ ചുറ്റും ഒരു മേഘം വന്ന് മറഞ്ഞു. ആകാശത്തിലെ സ്വർഗീയ സൈന്യം യേശു കർത്താവിനെ സ്വീകരിപ്പാൻ ജയവീരനായി സ്വർഗോന്നതങ്ങളിലേക്ക് കയറി ചെല്ലുന്ന മഹുത്തരാജനെ സ്വീകരിച്ചാനയിപ്പാൻ തേജോ വസ്ത്രധാരികളായി കോടാനുകോടി ദൂതനങ്ങൾ ആകാശമണ്ഡലത്തിൽ വിട്ടിറങ്ങി താണിറങ്ങി വന്നതാകാം ശിഷ്യന്മാർക്ക് വിൺമേഘസർച്യമായി അവർക്ക് അനുഭവപ്പെട്ടത്. നഷ്ടജനതയോടെ നീറിപ്പിടയുന്ന ഹൃദയങ്ങളോടെ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യന്മാരുടെ മൗനമായിരിക്കുന്ന നിരാശപ്പെടുത്തുന്ന മുഖം ദൂതന്മാരുടെ കണ്ണിൽ ഉടക്കി. അതിൽ രണ്ട് ദൂതന്മാർ തിരിഞ്ഞു നിന്നിട്ട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെങ്ങ്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ആ നസ്രയൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. നസ്രയൻ അവർക്ക് സുപരിതനായിരുന്നു. കരം വിരിച്ചാശീർവദിച്ചുകൊണ്ട് ഉയരങ്ങളിലേക്ക് കരേറിപ്പോയവൻ കരം വിരിച്ചാശീർവദിച്ചതുകൊണ്ട് തന്നെ മടങ്ങി വരും. നിരാശയോടെ നീറിപ്പിടയുന്ന വേദനയോടെ ശിഷ്യഗണങ്ങൾ ആ ഒലിവുമലയുടെ മുകൾ പരപ്പിലായിരുന്നുവെങ്കിലും ആ മടങ്ങി വരവിന്റെ വാർത്ത അറിയിച്ചപ്പോൾ ശിഷ്യഗണങ്ങളുടെ മൗനതയും മ്ലാനതയും മാറി. മഹത്വകരമായ പ്രത്യാശ കൊണ്ട് അവർ ആ ഒലിവുമല ഇറങ്ങുകയാണ്. കാരണം പോയതുപോലെ തന്നെ മടങ്ങി വരും. കന്യകയിൽ ജനിക്കുമെന്ന് പറഞ്ഞത് അതേപോലെ സംഭവിച്ചുവെങ്കിൽ, അബ്രഹാമിന്റെ വംശത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ, ദാവീദിന്റെ കുലത്തിൽ ജനിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ, അവൻ ബേത്ലഹേമിൽ ഭൂജാതനായി പിറക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ, അവന് മുൻപായി ഒരുവനാഗതനാകുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ, അവൻ ദ്രവത്വം കാണാതെ എടുക്കപ്പെടുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ, അവന്റെ വസ്ത്രം ചീട്ടിട്ടെടുക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ, അവന് കയ്പുകാടി കുടിക്കുവാൻ കൊടുക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചുവെങ്കിൽ, അവന്റെ പുറം കുത്തിത്തുളയ്ക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കുമെങ്കിൽ, ഇന്ന് രാത്രിയിൽ പറയട്ടെ, എന്റെ കർത്താവിന്റെ പുനരാഗമനം ആസന്നമായിരിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കർത്താവ് വരാറായി, എന്റെ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. എന്റെ കർത്താവ് വരും നിശ്ചയം. വരുവാനുള്ളവൻ വരും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. വരുവാനുള്ളവൻ വരും. കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം.